മാഘമഹോത്സവത്തിന്റെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തിരുനാവായിൽ തത്സമയ ദൃശ്യങ്ങൾ. വേദിയിൽ സന്നിഹിതനായിട്ടുള്ള നമ്മുടെ വിശിഷ്ട വ്യക്തി ഗവർണർ സർ, മറ്റു വിശിഷ്ട വ്യക്തികളോടുകൂടി നമ്മുടെ പ്രോഗ്രാമിന്റെ ദീപം തെളിയിക്കൽ ചടങ്ങ് നടത്തുകയാണ്. Now with that we have a prayer. जगदीश वास करो दीनों के दिल में, ईश्वर स्मृति दो, विद्याधन दो, मानव मन में परिशुद्धि देना, सत्यम शिवम नव चैतन्य देना, सुंदर भावन मन में जगा दो, दीन दयालित सबको डावो, प्रेम रूप सुंदर धारा बहावो, मानव मन में ज्योति जगावो। जगदीश वास करो दीनों के दिल में, ईश्वर स्मृति दो, विद्याधन दो, मानव मन में परिशुद्धि देना, सत्यम शिवम नव चैतन्य देना. Thank you everyone. Now I would like to invite Shri K. Damodaran sir for the welcome address. സ്വാഗത പ്രസംഗത്തിനായി ദാമോദരൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ദേശത്തിൻ്റെ ജനങ്ങളുടെ സർവ്വചരാചരങ്ങളുടെയും അഭിവൃദ്ധിക്കായി ഭഗവാൻ പരമേശ്വരന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ യാഗമനുഷ്ഠിച്ച പുണ്യഭൂമിയിലാണ് നമ്മളെല്ലാവരും വന്നു ചേർന്നിരിക്കുന്നത്. മാത്രവുമല്ല, പവിത്രമായ ഈ ഭൂമി ത്രിമൂർത്തി സ്നാനഘട്ടം കൂടിയാണ് എന്നുള്ളതാണ് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളമുള്ള സവിശേഷത. ബ്രഹ്മദേവന്റെ യാഗ സന്ദർഭത്തില് സപ്തനദികളുടെ സാന്നിധ്യം ഈ നാവാമുകുന്ദയിൽ വന്നു ചേർന്നു എന്നുള്ളതും അതുകൊണ്ട് തന്നെ ഈ പുഴ ഭാരതപ്പുഴ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുകയും ഉണ്ടായി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി 2016 മുതൽ ഈ നിളയുടെ തീരത്ത് മാഘമാസത്തിലെ മകം നക്ഷത്രത്തിൽ നിള ആരതിയും നിള ഈ സ്നാനവും 2016 മുതൽ തുടങ്ങാതെ നടന്നു വരികയാണ്. കഴിഞ്ഞ വർഷങ്ങളിലും ഇവിടെ ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ ചെറിയ രൂപത്തിലാണെങ്കിലും നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ഈ പുഴയുടെ തീരത്ത്, പുണ്യനദിയുടെ തീരത്ത് ഈ സങ്കേതത്തിൽ ഒത്തുചേരുന്ന സമയത്ത് ഒരു കുംഭമേള എന്ന കണക്കെയാണ്, കേരളത്തിന്റെ ഒരു കുംഭമേള എന്ന കണക്കെയാണ്, ആ ഒരു ഭാവത്തിലും രൂപത്തിലുമാണ് ഈ വർഷത്തെ മാഘമഹോത്സവം നമ്മൾ കൊണ്ടാടുന്നത്. വളരെ സവിശേഷമായ കാര്യപരിപാടികളോടും ആചാര പദ്ധതിയോടും അനുഷ്ഠാനങ്ങളോടും കൂടിയാണ് ഈ മാഘമഹോത്സവം നമ്മൾ കൊണ്ടാടുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ഈ ക്ഷേത്രസന്നിധിയിൽ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രാദ്ധക്രിയകൾ നമ്മൾ നടത്തി. എന്നുവെച്ചാൽ വിവിധ സമ്പ്രദായങ്ങളിൽപ്പെട്ട ശ്രാദ്ധം, അത് കൗള സമ്പ്രദായത്തിലുള്ള ശ്രാദ്ധം, വൈദിക സമ്പ്രദായത്തിലുള്ള ശ്രാദ്ധങ്ങൾ, അതേപോലെ തന്നെ ശ്മശാന സമ്പ്രദായത്തിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ ആത്മാക്കൾക്കും മോക്ഷം കിട്ടണം, അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി, പിതൃക്കളുടെ മോക്ഷത്തിന് വേണ്ടി ചെയ്യുന്ന ശ്രാദ്ധകർമ്മങ്ങൾ കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ നടന്നു. ഇന്ന് രാവിലെ മഹാഗണപതിയോട് ഹോമത്തോടുകൂടി നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ഭാഗം പിതൃയാനമാണെങ്കിൽ ഇനി രണ്ടാമത് നടക്കാൻ പോകുന്നത് ദേവയാനോ, ദേവന്മാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം പൂജകളാണ്. ഇന്ന് മുതൽ 2-ാം തീയതി വരെ നടക്കുന്ന ഈ ദേവ വിശിഷ്ടമായ പൂജകൾ ഓരോ ദിവസത്തിന്റെയും പ്രത്യേകതയനുസരിച്ച് അതാത് ദേവന്മാർക്ക്
സമൂഹത്തിലെ നാനാവിഭാഗം ആചാര്യന്മാര്, വിവിധതരം ആചാര്യങ്ങൾ, വിവിധ സമ്പ്രദായങ്ങളിൽപ്പെട്ടവർ ആ പൂജകൾക്ക് നേതൃത്വം കൊടുക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.